എല്ലാ മറുനാടൻ മലയാളികൾക്കും വന്ദനം. പ്രത്യേകമായ നമ്മുടെ റെഡ് ഹില്ല് ഇവിടെ കൂടിയിരിക്കുന്ന അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സംഘാടകരെയും, സ്നേഹമുള്ള മലയാളി മക്കളെ, ആദ്യമായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നിറവോടെ എല്ലാവർക്കും ഓണാശംസകൾ. ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ഓരോ മലയാളിയുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ് ഓണം. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലും ആ വികാരമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് ഒട്ടേറെ മധുര സ്മരണകൾ ഇരമ്പിയെത്തുന്നു. ചെറുപ്പകാലത്തിലേക്ക് പോകുമ്പോൾ വീട്ടിലും നാട്ടിലും നാട്ടുപരമ്പിലുമുള്ള പൂക്കൾ പറിച്ച് അത്തമിടുകയും 10 ദിവസത്തെ അവധിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഓണക്കാലം. സ്കൂളിൽ പഠിച്ചപ്പോൾ ചെറിയ പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുക, കോളേജിൽ എത്തുമ്പോൾ വലിയ അത്തക്കളത്തിന്റെ മത്സരം, പടംവലി മത്സരം, കലന്തല്ലി പൊളിക്കുന്ന മത്സരം, അതൊക്കെ നമ്മുടെ മധുര സ്മരണകളാണ്. മുറ്റത്ത് പൂക്കളം ഒരുക്കി പുത്തൻ കോടിയും കൊടുത്ത് തൂശനീതിയിൽ സദ്യയുടെ വിഭവങ്ങൾ ആസ്വദിച്ച് പുത്തൻ പൂക്കൾ ചൂടുന്ന കാലം. അതെ, കാർമേഘത്തിന്റെ കറുപ്പുകളെ ഓണത്തിന്റെ നിലാവിൽ അലിയിച്ചു കളഞ്ഞ് പുതുവർഷത്തെ പ്രതീക്ഷയോടെ എതിരേൽക്കുന്ന മലയാളി. തീർച്ചയായിട്ടും ഈ മധുര സ്മരണകൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. കേരളത്തിന്റെ ഒരു കാലത്തിന്റെ ചരിത്രമാണ് ഓണമെന്ന ആഘോഷത്തിലൂടെ നാം സ്മരിക്കുന്നത്. മഹാബലി തമ്പുരാന്റെ ഐതിഹ്യകഥ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സമൃദ്ധിയുടെയും നറുമണം പുലർത്തുന്ന കേരള സംസ്കാരത്തെയാണ്. നമ്മുടെ കുഞ്ഞുമക്കള് ഇന്ന് അതിനെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഓണക്കാലത്തെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും നിങ്ങളോട് പങ്കുവച്ചു. അതെ, അത് വിളവെടുപ്പിന്റെ കാലമായിരുന്നു. മഹാബലി തമ്പുരാന്റെ കാലത്തില് ജാതിയോ വർണ്ണമോ ഇല്ലാതെ ഓണം ആഘോഷിച്ചിരുന്നു. എല്ലാവരും ഒരുപോലെ, കള്ളമില്ല, ചതിയില്ല, പൊളിയില്ലാത്ത ഒരു കാലം, ഒരു ചെറുനാഴി പോലും കള്ളം പറയാത്ത കാലം. ആ കാലമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി. മഹാബലി തമ്പുരാനെ എതിരേൽക്കാൻ പ്രകൃതി പോലും അണിഞ്ഞൊരുക്കുന്ന കാലമാണത്. പുഷ്പങ്ങൾ സമർത്ഥമായി ഉണ്ടായിരുന്ന കാലം. അത്തം മുതൽ 10 ദിവസം വരെ പൂക്കളമിടുകയും രാപകലായി ഓണത്തിനായി അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ഒരു കർഷക സമൂഹത്തെയാണ് നമുക്ക് കേരളത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് കാലം മാറി, ഓണത്തിന്റെ രീതികൾ മാറി, ഡിജിറ്റൽ യുഗമായി, AI യുഗമായി. തീർച്ചയായിട്ടും ഓണത്തിന് സദ്യകൾ നമുക്ക് പാഴ്സലായിട്ടും അതുപോലെ തന്നെ ഫ്രോസനായിട്ട് കിട്ടാൻ തുടങ്ങി. അധ്വാനത്തിന്റെ വേർപ്പിന്റെ എല്ലാം ചുളിവുകൾ അഴിഞ്ഞു കഴിഞ്ഞു. റിയൽ ഓണം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കാലം കൂടി വന്നു ചേർന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഓണമൊക്കെ ഇത്ര സമർത്ഥമായിട്ടും സന്തോഷപൂർവ്വമായിട്ട് ആഘോഷിക്കുന്നത് മറുനാട്ടിലുള്ളവരാണ്. കാരണം ആണ്ടിലൊരിക്കലും ഇങ്ങനെ കൂടുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും ആ മധുരസ്മരണകൾ അയകുറുക്കുവാനും സാധിക്കുന്നു. സ്വന്തം നാടിന്റെ പാരമ്പര്യത്തെ, സംസ്കാരത്തെ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കള് ഇന്ന് അതിനെക്കുറിച്ച് ചെറുതായിട്ട് പങ്കുവച്ചു. കേരളത്തിന്റെ ആ മഹത്തായ പാരമ്പര്യം, ജീവിത ദർശനങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ മലയാളിയുടെയും കർത്തവ്യമാണ്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ മലയാളി മന്നന്റെ അല്ലെങ്കിൽ മഹാബലിയുടെ ആ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് ചതിയില്ലാത്തൊരു കാലം, പൊടിയില്ലാത്തൊരു കാലം, എല്ലാവരെയും ഒരുപാട് കാണുന്ന ഒരു കാലം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിന്റെ മംഗളം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.